എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഈ ഒരു മാർക്കറൊക്കെ ഇട്ട് നമ്മുടെ പുതിയ വാഹനത്തിൽ ഇങ്ങനെ നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നത്? ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പുതിയ വാഹനത്തിൻ്റെ ഹുഡ് തുറന്ന് കഴിയുമ്പോഴത്തേക്ക്, അത് ഹുഡ് മാത്രമല്ല നമ്മുടെ വാഹനത്തിനകത്ത് വരുന്ന ഇലക്ട്രിക്കൽ ആക്സറീസും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മൾ പല പോർഷൻസിലും കുറേ മാർക്കിങ് കാണാൻ സാധിക്കും. ഇവിടെ ഒരു മഞ്ഞ വര, ഇവിടെ ഒരു മഞ്ഞ വര, ഇവിടെ ഒരു പച്ച കളറ്, ഇവിടെ ഒരു പച്ച പെയിൻറ്റിൻ്റെ മാർക്കിങ്, ഇവിടെ ഒരു പച്ച മാർക്കിങ്. ഇതെന്തുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ വരച്ചിട്ടിരിക്കുന്നത്? ഇവിടെ ഒരു മഞ്ഞ കളറ്, ഇവിടെ ഒരു മഞ്ഞ കളറ്, ഇതിൻ്റെ ചുറ്റും താഴെ എല്ലാത്തിലും ഓരോ മഞ്ഞ ലൈൻസ്. ഇവിടെ എന്തുകൊണ്ട് മാർക്കർ കൊണ്ട് വരച്ചിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കുന്ന സമയത്ത് ഫ്യൂസിൻ്റെ എല്ലാത്തിലും ഒരു നീലയും ഇവിടെയൊക്കെ എന്താണ്ടൊക്കെ ഇട്ട് കുത്തി വരച്ചിരിക്കുന്നത്. ശരിക്കും എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഈ ഒരു മാർക്കറൊക്കെ ഇട്ട് നമ്മുടെ പുതിയ വാഹനത്തിൽ ഇങ്ങനെ നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നത്? ഇങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ശരിക്കും അവിടെ എന്തെങ്കിലും റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു കസ്റ്റമർക്ക് അല്ലെങ്കിൽ ഒരു PDI ചെയ്യുന്നൊരു വ്യക്തി ഇതെല്ലാം ചെക്ക് ചെയ്താണ് പോകുന്നത്. അല്ലെങ്കിൽ ഒരു കസ്റ്റമർക്ക് വരെ സുഖമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഞാൻ കാണിച്ചത് ഇത് ഇച്ചിരി കുറച്ച് പഴക്കമുള്ള വാഹനമാണ്, എന്നാലും കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം ആകുന്നേ ഉള്ളൂ. ഇതിൽ നിങ്ങൾക്ക് ഓരോ ഫ്യൂസിലോട്ട് നോക്കുമ്പോഴത്തേക്കും വളരെ കൃത്യമായിട്ട് അതിൻ്റെ മാർക്കിങ് കാണാൻ പറ്റും. ഈ ഫ്യൂസൊന്നും മാറിയിട്ടില്ല, കണ്ടോ? ഇതിലിപ്പോൾ ഏതെങ്കിലും ഫ്യൂസൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൈൻ കുറച്ച് മാറിയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, റിലേയുടെ കാര്യമാണെങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതുപോലെയാണ് ഈ കപ്ലേഴ്സൊക്കെ നമ്മൾ ഒന്ന് ഊരിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു മാർക്കിങ്ങിൽ ചെറിയൊരു വ്യത്യാസം തിരിച്ച് കയറുമ്പോഴത്തേക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും അഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള വ്യക്തമായിട്ട് നമുക്കിത് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ PDI ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട്, അതായത് ഞാനിപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകാനുള്ള ഒരു പുതിയ വാഹനത്തിലൊക്കെ ചെക്ക് ചെയ്യാൻ വിളിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ചെന്നിട്ട് നോക്കുന്ന കാര്യങ്ങളിലൊന്നാണിത്. ഇവിടെ മാത്രമല്ല, അകത്തെ കേസിലാണെങ്കിലും വയേഴ്സിൻ്റെയും കപ്ലേഴ്സ് കയറുന്നതിൻ്റെ ഇതെന്തെങ്കിലും അഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന മാർക്കിങ്സ് കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നതായിരിക്കും. ഇതിപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പമുണ്ട് മനസ്സിലാക്കാൻ. ബാക്കിയുള്ള പോർഷൻസിൽ നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കൃത്യം അറിയാൻ സാധിക്കും. ഇപ്പം ഈ ഒരു ക്ലിപ്പ് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി, ഇതിൻ്റെ ക്ലിപ്പ് ഒരല്പം മാറിയാണ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോയിൻ്റ് വരേണ്ടതാണ്, ഇതിങ്ങോട്ട് മാറിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു ക്ലിപ്പ് ഇവർ അഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് അഴിച്ച് നോക്കിയിട്ടുണ്ട്. ചെറിയൊരു മിസ്സിങ്ങിൻ്റെ ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു തവണ അഴിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാണിക്കുന്നതിൻ്റെ ഒരു വ്യക്തതയാണ് നമുക്കിപ്പോൾ അവിടെ കാണാൻ സാധിച്ചത്. എല്ലാ കാര്യത്തിനും, അതായത് ഈ വാഹനത്തിൻ്റെ ഓരോ പോർഷൻസിലും നമ്മൾ വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ താഴെയാണെങ്കിലും അതിൻ്റെ വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഓരോ പോർഷൻ ബൈ പോർഷൻ ഓരോ കപ്ലേഴ്സിൽ പോലും ഈ പറയുന്ന ഒരു ലൈൻ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ഇനി ഇതുപോലെ സ്വന്തമായിട്ടൊന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വാഹനം എടുക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നത് നല്ലതായിരിക്കും.